ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമൻസ് ഇട്ടവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പം ഞാൻ ആ ഒരു ക്യാപ്ഷൻ ഇട്ടത് പലരും പേടിച്ചു പോയി. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടല്ല, നിങ്ങളോടൊരു സങ്കടം പറയണമെന്നുള്ള ആ ഒരു പറച്ചിൽ അങ്ങ് പറഞ്ഞു പോയത്. പക്ഷെ അത് ചിലർക്ക് ഒത്തിരി പേടിച്ചു പോയി. സോറി കേട്ടോ. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നത് എൻ്റെ ചില പ്രിയപ്പെട്ടവരൊക്കെ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഡേ ഇൻ മൈ ലൈഫാണ്. സത്യം പറഞ്ഞാൽ അത് സാധാരണ ഇത്രയും വർഷമായിട്ട് വീഡിയോ എടുക്കുന്നത് നമുക്കൊരു പേടിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞ ഒരു പേടി പോലെ. എന്തൊക്കെ ഫോൾട്ട് ഉണ്ടെന്നെങ്കിലും വെച്ചാൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻസിൽ കൂടെ അറിയിക്കുകയും വേണം. നിങ്ങളുടെ അഭിപ്രായം നോക്കിയിരിക്കുമോ ഞാൻ കേട്ടോ. ഇനിയും ഡേ ഇൻ മൈ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചെയ്യുക. എന്നാൽ കഴിയുന്നത് പോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം അത് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വേറൊരാൾ കാണുമ്പോഴെല്ലാം മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുമ്പോൾ ഒത്തിരി ലെങ്ത് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഭാഗമൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിലോട്ട് കയറ്റും കേട്ടോ. ഇന്നത്തേതിൽ ഒത്തിരി ലെങ്ത് കൂടുതലാണെങ്കിൽ. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമൊക്കെയാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ തന്നെ എണീറ്റ് അതൊന്നും വീഡിയോ എടുത്തില്ല. അതിനുശേഷം ഞാൻ നേരെ വന്ന് പാല് കാച്ചാനും വെച്ചു, ചായയ്ക്കും വെള്ളം വെച്ച്. എന്നിട്ട് ചായക്കകത്തൊരു ഇഞ്ചിയുടെ കഷ്ണമൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് അതവിടെ ചെറിയ പാല് ഇതാക്കി കൂട്ടിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ പിന്നെ വന്ന് ബ്രഷ് ചെയ്ത് തലയൊക്കെ ചീവാൻ പോയി. ബ്രഷ് ചെയ്തിട്ട് പിന്നെ അന്നേരം തന്നെ ആ വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകി അങ്ങിട്ട് പിന്നെ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സമയം എടുക്കാനായിട്ട് പോയില്ല. പിന്നെ തലയൊക്കെ ചീവി വരുമ്പോഴത്തേക്കിന് ചായയുടെ വെള്ളമൊക്കെ തിളച്ച് വരും. അപ്പോഴത്തേക്കിന് പിന്നെ ചായ ഇടാമല്ലേ. അപ്പം ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല. ഡാഡി എണീറ്റ് രാവിലത്തെ പ്രെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡാഡി വീണ്ടും അവിടെ കിടക്കുക. അപ്പം ഡാഡി രാവിലെ എണീറ്റ് വരുന്ന ഉടനെ ഡാഡിയുടെ ബോട്ടിലിവിടെ കിച്ചണിൽ വെച്ചേക്കും നിറച്ച് കൊടുക്കാനായിട്ടേ. ഡാഡിക്ക് അങ്ങനെ കണ്ണൊന്നും ചിലപ്പോൾ, പക്ഷേ കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞാൽ ഡാഡിക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവിടെ വെച്ചിരുന്നാൽ മതി, ഞാൻ നിറച്ച് വെച്ചേക്കാന്ന്. അപ്പോൾ രാവിലത്തെ പരിപാടി അതാണ്, ഡാഡിയുടെ വെള്ളം നിറച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ളത്. കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞത് പ്രായത്തിൻ്റേതായ രീതിയിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒരു കുഴപ്പമില്ല കേട്ടോ. പോള് രാവിലെ എഴുന്നേറ്റു അപ്പോഴത്തേക്കിന് എൻ്റെ അടുത്ത് ഞാൻ വെള്ളം കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ് അവൻ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ചായ റെഡിയായി. അങ്ങനെ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കിന് പാസ്ത ഡാഡിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡാഡിക്ക് അത്ര ഇതായില്ല. അപ്പോൾ ഞാൻ പിന്നെ ചപ്പാത്തിയും മുട്ടയും കൂടെ ഡാഡിക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇവന്മാർക്കൊക്കെ പാസ്ത ഭയങ്കര ഇഷ്ടമതല്ലേ. അല്ലെങ്കിലും ഇന്ന് പ്രൈസം മോന് ജങ്ക് ഫുഡാണ്. അപ്പോൾ ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുണ്ടാക്കിയിട്ട് അവനും അത് കൊടുത്തു വിടാമെന്ന്. അപ്പോൾ പ്രൈസനും എണീറ്റ് വന്ന് അവൻ ബ്രഷൊക്കെ ചെയ്യുക അവിടെ ഇന്ന്. എന്നാ ചെയ്യുന്നേ ഇത് കൂടി എത്രയും എടുക്കാൻ പറ്റുന്ന അത്രയും എടുക്കാം. ഇച്ചിരിച്ച എല്ലാ പൊടികളും ചേർക്കണം. രാവിലെ ഇന്നിപ്പം മഴയൊന്നും
അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചാറി നിൽക്കുന്ന ഞാൻ. ദൈവമേ വെപ്പത്ത് എങ്ങനെ എടുക്കുന്നതെന്ന് നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. പാസ്ത ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനതവിടെ വെച്ചിട്ട് ഞാനൊന്ന് മേല് കഴുകാൻ പോയി. അപ്പോഴത്തേക്കിന് വരുമ്പോഴത്തേക്കിന് പ്രഷറൊക്കെ ഒന്ന് പോയിരിക്കുമല്ലേ. അപ്പോൾ തല കഴുകിയില്ല. കാരണം തല ഞാൻ എന്നും കഴുകാറില്ല. ആഴ്ച 2-3 ദിവസമേ തല കഴുകത്തുള്ളൂ. അപ്പോൾ മെനഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് കഴുകിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ തല കഴുകിയില്ല. മേലൊന്ന് കഴുകിയിട്ട് വന്നേ ഉള്ളൂ. പിന്നെ അടുത്ത പരിപാടി ഇവിടെ ഇനി ഈ ഷീറ്റുകളെല്ലാം അവിടെ കിടക്കുക. അതെല്ലാം എടുത്തൊന്ന് കട്ടിലെല്ലാം ഒന്ന് ഒതുക്കണം. പിന്നെ ഇന്നലെ കഴുകി വെച്ചിരുന്ന സ്പൂണുകളെല്ലാം, അതായത് ചെറുത് ഒരു ഇതിൻ്റെ അകത്ത് വലുതൊരെണ്ണത്തിൻ്റെ അകത്ത് അങ്ങനെ സ്പൂണുകളെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നു. അപ്പോൾ പ്രൈസമ്മോൻ്റെ അടുത്ത് ടൈം ടേബിൾ എടുക്കാൻ പറഞ്ഞ് അവൻ അന്നേരം ടൈം ടേബിളൊക്കെ എടുക്കുക. അപ്പം ഇവന് രാവിലെ പോകണമെങ്കിൽ പിന്നെ നമ്മൾ തലേന്ന് രാത്രിയിലേ എടുത്തേ വെക്കത്തുള്ളൂ. ഇപ്പോൾ ഇത്തിരി 11-11:30 പോയാൽ മതിയല്ലേ. അതുകൊണ്ട് രാവിലെ ചില ദിവസം ഞാൻ പറയും രാത്രിയിലേ എടുത്ത് വെക്കാമെന്ന് പറയും. ഇന്നിപ്പം രാവിലെ എടുക്കുന്നത്. അപ്പോൾ പോൾ അപ്പുറത്തിരിപ്പുണ്ട്. ഇപ്പോൾ പോളിനോട് അവൻ്റെ ഷീറ്റൊക്കെ മാറ്റാൻ പറഞ്ഞു. കാരണം രാവിലെ എനിക്ക് തുണി കഴുകാനിടണം. അപ്പോൾ അവൻ്റെ ഷീറ്റൂടെ ഇന്നലെ രാടിയുടെ ഷീറ്റ് മാറ്റി. അപ്പം ഇന്ന് ഇവൻ്റെ ഷീറ്റൂടെ മാറ്റിയാൽ അതങ്ങ് കഴുകാനിടാമല്ലേ. ഞാൻ പിന്നെ അകത്തെ മുറിയിൽ പോയി കർട്ടനുകളെല്ലാം ഒന്ന് സൈഡിൽ മാറ്റി അതൊന്ന് കെട്ടിയിടും. എന്നിട്ട് ജനൽ ചിലപ്പം ഞാൻ മൊത്തം തുറന്നിടത്തില്ല. കാരണം ഈ മഴയാകുമ്പോഴേ ഈച്ച കയറും. മേള് ആണെങ്കിലും നമ്മൾ 4th ഫ്ലോറിലാണെങ്കിലും അത് കയറി വരും. അത് വന്നാൽ പിന്നെ ഭയങ്കര എനിക്കങ്ങ് ദേഷ്യമാണ്. അപ്പോൾ പോളുമോൻ അവൻ്റെ ഷീറ്റുകളെല്ലാം മാറ്റി. അവന് നല്ല ഇത് തോന്നുവാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചുളിവൊന്നും ഇല്ലാതെ വിരിക്കും. അല്ലെങ്കിൽ ആ ഊന്നും പറഞ്ഞ് വിരിച്ചിട്ടിട്ട് പോകും. അപ്പോൾ രാവിലെ അങ്ങ് തുണി കഴുകാനിട്ട് കോള് മാറി വന്നിട്ടുണ്ട്, മഴക്കോളായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തുണി വിരിച്ചിട്ടാൽ കുഴപ്പമില്ലല്ലേ. അവന്മാരവിടെ രണ്ടുകൂടെ പിടിയും വലിയുമാ കളി. പിന്നെ കാര്യമാവല്ലോ രണ്ടുപേരൂടെ. അതിനിപ്പം പ്രഷറൊക്കെ പോയി അതൊന്ന് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കൊച്ചുങ്ങൾക്ക് കൊടുക്കട്ടെ. അപ്പോൾ അവന്മാർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ എനിക്കും ഇതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വെജിറ്റബിൾസൊക്കെ ഒത്തിരി ഇടുവാണെങ്കിൽ ഇഷ്ടമാണ്. ഇതിലിപ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നല്ലേ. കുറവാന്നോടാ? ഞാൻ രണ്ടാമത് ഇട്ടായിരുന്നല്ലോ ഇച്ചിരി. ഇച്ചിരി ഉപ്പൊക്കെ കുറച്ചാൽ മതി. ഇവൻ പറയുന്നത് ഉപ്പ് കുറവാന്നു. ഡാഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2 ചപ്പാത്തി കഴിക്കത്തുള്ളൂ രാവിലെ. 2 ചപ്പാത്തി ഒരു മുട്ടയും. അപ്പം ഞാൻ പറഞ്ഞു ഒരു ബൗളിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി ഇതുകൂടെ കഴിക്കാൻ പറഞ്ഞു. ഇത് കഴിക്കത്തില്ലെന്നല്ല, ഒരു മൂഡ് പോലെ ഇരിക്കും. ചില സമയത്ത് പറയും മാഗി വേണ്ടാന്ന്, ചില സമയത്ത് കഴിക്കും. നല്ലായിരുന്നു. ഇന്നും ടെസ്റ്റ് ഉണ്ടോ? അതിൻ്റെ മാർക്കപ്പോൾ വരും. മാത്സ് ആരെ ഇപ്പം? ഭരത്തല്ലായിരുന്നു നിങ്ങൾക്ക്? ഇപ്പം വരുന്നുണ്ടോ? ഞാനും ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കട്ടെ. പിള്ളേരുടെയൊക്കെ ജീവനായത്. അവിടുന്ന് പിന്നെ എത്ര ദൂരമുണ്ട്? ഞാൻ അതാ പറഞ്ഞത്, ഇച്ചിരി നേരത്തെ പോയാലും ഉണ്ടല്ലോ എവിടെയെങ്കിലും പോയിരിക്കാം. അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയി ഇരിക്കാതെ. ഞാൻ പറഞ്ഞു വെഞ്ചെടുത്ത് വന്നാൽ പോകണ്ടാന്ന്. റീച്ചാർ പോകുന്നതിന് കുഴപ്പമില്ലായിരുന്നു. റീച്ചാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പോകുന്നതിന്. റീച്ചാർ പിന്നെ യാത്രയുടെ പ്രോബ്ലം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടുന്ന് അവിടെ വരെ ജയമോൻച്ച ഉണ്ടല്ലേ, പിന്നെ അങ്ങ് പോകാൻ പറഞ്ഞു. ഇല്ല, ചക്കയുടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ ബാക്കി നീ അങ്ങ് പോസ്റ്റിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു.
അപ്പോൾ ഇപ്പോൾ റേച്ചാനും ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇച്ചിരി വെട്ടുകൾക്കൊക്കെ പറഞ്ഞായിരുന്നു, അതും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അത് കല്യാണം കഴിഞ്ഞിട്ട് വാങ്ങിക്കാന്ന് പറയുന്നത് നടുവിന്. അവിടെ ആരുടെയോ വണ്ടിയുടെ അകത്തെങ്ങാനും പെട്ടി വെക്കാന്ന് പറഞ്ഞു ആരുടെയെങ്കിലും. ആ അതിൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞേ. അത് എന്നോട് പറഞ്ഞില്ല. ഇത് എന്തുവാടാ മെസ്സേജ് വല്ല? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ദൈവമേ എൻ്റെ ലിപ്സ്റ്റിക്കൊന്നും തേച്ചല്ല, ഈ സൈഡിലായതുകൊണ്ട്. ഞാൻ സാധാരണ എന്നും ഇച്ചിരി കൂടി ഇങ്ങോട്ട് മാറിയായിരിക്കണം. ഇവിടെ ഈ നമുക്ക് സൗകര്യമൊക്കെ ഇത്തിരി കുറവല്ലേ, ഒരു റൂമും ഹോളും എല്ലാം ഉള്ളത്. അപ്പം കിടക്കാൻ ഈ ഒരു കട്ടിലല്ല ഉള്ളു. അപ്പം കൊച്ചും ഞാനും റേച്ചാനോട് ആകുമ്പോൾ മാറിയും തിരിഞ്ഞും ആരെങ്കിലുമൊക്കെ തറയിൽ കിടക്കും. അപ്പം മെത്ത രാവിലെ എടുത്തിവിടെ കുത്തിച്ചാരി വെക്കും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ മെത്ത ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടങ്ങാവാത്തത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് ഇരുന്നത് കൊണ്ട് ഇങ്ങനെ കളറായതാണ്. ഇനി ഞാൻ എന്നും ചെയ്യുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിരുന്നതായിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ എവിടെ ഇരിക്കാത്തതിന്, അതിന് ഡൈനിങ് ടേബിൾ ഞങ്ങൾ സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് ഇങ്ങനെ ഭിത്തിയോട് ചേർത്തിട്ടേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാവർക്കും കൂടെ അത് ഇരിക്കാൻ പറ്റില്ല. 1-2-3 പേർക്കൊക്കെ ഇരിക്കാം. പക്ഷേ എല്ലാവരും അവിടെയൊക്കെ ഇരുന്നത് കൊണ്ട് ആരെങ്കിലും വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ട് നീക്കിയിടും. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നീക്കിയിട്ടാൽ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത്, എൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കും രാത്രി. അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന എല്ലാം ഇപ്പോഴാണ്, ഈ സമയത്താണ് അതൊക്കെ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടിക്ക് പോകുന്നത്. പ്രൈസമ്മോന് ഇപ്പോൾ 1 മണി 9:30 അവനാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 11:30 ആകുമ്പോൾ പോയാൽ മതി. അപ്പോൾ അതനുസരിച്ച് ടിഫിനൊക്കെ എടുത്ത് വെച്ചാൽ മതി. അവനെ ടൈം ടേബിളൊക്കെ എടുപ്പിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് എന്തോടാ ഇവിടെ എന്തിനാ നീ പുറകെ വന്നിരിക്കുന്നേ? പൈസ മറക്കാതെ ടീച്ചറുടെ കൊടുക്കണേ. ടീച്ചർ പപ്പായ്ക്ക് മെസ്സേജ് ഇട്ടതാ. ന്യൂസ് പേപ്പറിന് പേരേ ഉള്ളൂ. പിള്ളേർക്ക് റീഡ് ചെയ്യാനൊക്കെ ന്യൂസ് പേപ്പർ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. 350 രൂപ. പൈസ അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട, നീ അങ്ങ് പഠിച്ച. ഇന്നലെ തൊട്ടവൻ പറയാം ഞാൻ കൊണ്ടുവന്നില്ല, അവന് റീഡ് ചെയ്യും, ന്യൂസ് അറിയണ്ട. ന്യൂസ് ആ സമയം കൂടെ അവൻ്റെ ഇരുന്ന് കാർട്ടൂൺ കാണാൻ. അപ്പം ടീച്ചറടുത്ത് പറഞ്ഞോണ്ടേ ടീച്ചർ പറഞ്ഞ് പൈസ കൊടുത്തു വിടാൻ. 1-2 ഷീറ്റേ കാണത്തുള്ളൂ. നമ്മുടെ കൂട്ടി ഈ ബണ്ടിൽ ഇങ്ങനെ ഉള്ള 3-4-5-6 പേജുള്ള പേപ്പറല്ല, അതിൽ ആവശ്യമുള്ള ന്യൂസിൻ്റെ. കഴുപ്പൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിൽ പോയി പാത്രമൊക്കെ കഴുകട്ടെ. ഇനി അടുത്ത പരിപാടി. നല്ല മഴയുടെ കാറ് വെട്ടിക്കിടക്കുന്നു. അപ്പോൾ പിന്നെ പ്രൈസമ്മോനെ ഒരുക്കാനുള്ള പരിപാടിയാണ്. തന്നൊരുങ്ങും. ഇന്നിപ്പം ഇന്ന് ഹെൽപ്പ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചോണ്ട് വീഡിയോയുടെ ഇവിടെ വരാൻ പറഞ്ഞോണ്ടേ വരുന്നില്ലെന്ന് പറഞ്ഞു. അതാ ഞാൻ പറയാം ഇങ്ങോട്ട് വാടാത്. പിന്നെ സമയമുണ്ട് ഇനി അവന്. പക്ഷേ ഞാനും എൻ്റെ സമയത്തങ്ങ് ഒരുക്കിയിട്ട് പിന്നെ എനിക്കും അടുക്കളയിൽ പാലേ. അവന് ജങ്ക് ഫുഡാണെന്നല്ലോ ഇന്ന്. അതുകൊണ്ട് അവന് പാസ്ത ഒരിച്ചിരി കൂടുതൽ നിറച്ചിട്ട് പിള്ളേരൊക്കെ അടുത്തിരിക്കുന്ന കൊച്ചുങ്ങളൊക്കെ വാങ്ങിക്കും. ഇവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇതിപ്പോൾ റേച്ചാൻ ഇവിടെ ഇല്ലാത്ത നാട്ടിൽ പോയ സമയത്ത് അന്നാണ് ഞാൻ ഇത് ഡേ ഇൻ മൈ ലൈഫ് എടുത്തത്. പിന്നെ ഞാൻ അവൻ്റെ ബാഗിലെല്ലാം ടിഫിനും ഇതെല്ലാം എടുത്ത് വെച്ച് അവൻ്റെ ടിഫിനും വെള്ളമൊക്കെ ഞാനെടുത്ത് ബാഗിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സമയമുണ്ട്. ഞാൻ പിന്നെ വന്ന് എൻ്റെ അടുക്കളയിൽ കഞ്ഞിക്ക് വെള്ളം വെക്കണമായിരുന്നു, അതൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ചേന തീയൽ വെക്കാം. ഇന്നത്തെ പയറുതോര ഇപ്പോണ്ട്, മോരുകറിയുണ്ട്.
അപ്പോൾ ഡാഡിയും പോൾമോനും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചർച്ചിലൊരു ഒരു മോടെ കല്യാണം ഉണ്ടെന്ന്. പെങ്കൊച്ച് ഞങ്ങളുടെ ചർച്ചിലായിരുന്നു. പക്ഷെ അവളെ കെട്ടിക്കുന്നത് വേറെ ബോംബെ തന്നെയുള്ള ഒരു പയ്യനെ. പക്ഷേ നാട്ടിലാണ് കല്യാണം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നാന്നേലും നമുക്ക് സാവകാശം കാണാമല്ലേ. അപ്പോൾ ഇച്ചിരി ഒന്ന് ഞാൻ പോയി പോൾമോൻ കമ്പ്യൂട്ടറിലിട്ടും കണ്ടു, ലാപ്ടോപ്പിലിട്ടും കണ്ട്, ഡാഡി മൊബൈലിൽ കാണുക. കുട വേണ്ടേ? അതോ കൊച്ച് മഴ പെയ്താലോ? കുട വാച്ച്മാൻ്റെ അവിടെ വെച്ചിട്ട് പോവോ? അതോ മഴ പെയ്യുവാണെങ്കിൽ അവന് ബസ് കയറുന്നതിനെ പെട്ട്? അല്ല, തിരിച്ചു വരുമ്പോൾ കുട എടുത്തോണ്ട് വാ. തിരിച്ചു വരുമ്പോൾ കുട എടുത്തോണ്ട് വരാൻ. ചപ്പാത്തി വാങ്ങിക്കണം. അപ്പം പോൾമോൻ സൈക്കിളിൽ പോകുന്നത് കൊണ്ട് കുട കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണ്ടത്തെ കാലം അല്ലല്ലോ ഇപ്പം. ടെക്നിക്കൽ പുരോഗമിച്ചത് കൊണ്ട് നമുക്ക് എവിടെ ഇരുന്നാണേലും കല്യാണം ആണേലും എന്താണേലും ലിങ്ക് ഇട്ട് തന്നാൽ മതി, നമുക്കിരുന്ന് കാണാമല്ലേ. അതുകൊണ്ടൊരു പ്രോബ്ലം ഇല്ല. പണ്ടൊക്കെ കല്യാണത്തിനാണെങ്കിൽ നമ്മളൊക്കെ പോയി എല്ലാം നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പോഴങ്ങനൊന്നും അല്ലല്ലേ. ഒരു തോർത്താൽ ഇതൊക്കെ നല്ലതല്ലേ, നമുക്ക് എവിടെ ഇരുന്ന് കാണുകയും എല്ലാം ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയിരുന്നു, എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്ന് കണ്ടത്. ടൊമാറ്റോ കണ്ടപ്പോഴേ പോൾമോന് മമ്മി ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ചിന്തിച്ച് അവന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി കൊടുക്കാം, ചപ്പാത്തിക്കാർക്ക് അതുകൊണ്ട് നിൽക്കാമല്ലേ. റേജാൻ വരുന്നതിൻ്റെ അന്നായിരുന്നു ഈ കല്യാണം. അപ്പം റേജാൻ രാവിലെ ഈ കല്യാണമൊക്കെ കൂടി, രാത്രിയിലായിരുന്നു റേജാൻ്റെ ഫ്ലൈറ്റ്. അപ്പം കല്യാണമൊക്കെ കൂടി സംബന്ധിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. റേജാൻ കോട്ടയത്തുനിന്ന് വേണമായിരുന്നു അടൂർ വരാനായിട്ട്. അപ്പോൾ ഒരു അഡ്രസ്സ് മാത്രമല്ല അറിയത്തുള്ളൂ. നാട്ടിലൊന്നും അങ്ങനെ അവർ പോയിട്ടുമില്ല, യാത്ര ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്തിരിക്കും. റേച്ചാൻ പറഞ്ഞ് എന്തിനാ നീ ടെൻഷൻ എടുക്കുന്നത്, ഞാനങ്ങ് പൊയ്ക്കോളാം, എനിക്കെല്ലാം അറിയാമെന്ന്. എല്ലാം അങ്ങ് അറിയാമെന്നുള്ളത്. എനിക്കെന്തുവാ ഇവർക്ക് പരിചയക്കുറവ് വല്ലതും കാണുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല മാംസമുള്ള ടൊമാറ്റോ ആയിരുന്നെന്ന്. അപ്പം ഞാൻ അതിൽ നിന്ന് 2 പീസ് എടുത്ത് തിന്നതാണ്. ചിലത് അകത്ത് പൊള്ളയായിരിക്കും, മാംസം കാണത്തില്ല. ഇത് നല്ല ടൊമാറ്റോ ആയിരുന്നു. അപ്പോൾ ടൊമാറ്റോയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അന്നേരം ടൊമാറ്റോ വെക്കാനുള്ള ഇന്നലെ കഴുകിയ പാത്രങ്ങളെല്ലാം ബാൽക്കണി ഇരിക്കുമായിരുന്നു. അതെല്ലാം ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ചട്നിക്കുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം അതിൻ്റെ താഴോട്ടൊന്ന് എടുത്ത് വെക്കട്ടെ. അത് അടപ്പത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയല്ല. അപ്പോഴത്തേക്കിന് പിന്നെ തുണികൾ വിരിക്കാനായിട്ട് പോയി. അതൊന്നും അവിടെ വിരിച്ചിട്ടാൽ പിന്നെ അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ എളുപ്പം. ഇവിടെ പാസേജിൽ പോളിനെ ഒന്നും ഇടാക്കത്തില്ല. അപ്പം പാസേജിലെല്ലാം എത്ര ഇവിടെ ഇടാമോ അതെല്ലാം ഇവിടെ അങ്ങ് ഇടട്ടെ. ഈ തുവാലകൾ ഇങ്ങനെ ആങ്കർ ഇട്ടിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ കബോർഡിൻ്റെ അവിടെ നമ്മൾ കലണ്ടർ വെച്ചിട്ടുണ്ടല്ലോ. തുവാലയും സോക്സുകളും ഇത് നല്ല സ്പോഞ്ചാണ്. ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് നല്ല സ്മൂത്ത്. അതിങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന ആയതുകൊണ്ട് പിങ്ക്, ഈ കളറ് വേറൊരു കളറ് പിങ്ക്. അപ്പം ഇത് അങ്ങ് പോളുവാൻ ഇഷ്ടമായി. അതുകൊണ്ട് പിന്നെ ഈ പിങ്ക് ഇങ്ങനെ കിടന്നതുകൊണ്ട് ഞാനിടും. അപ്പോൾ തുണിയെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്, അത് പിന്നെ മടക്കാം. അവിടെ ഇരുന്ന് ഞാൻ ചേനയൊന്ന് അരിയട്ടെ. നീ ചേന ഇവിടെ ഇരുന്ന് അപ്പോഴത്തേനും ഞാൻ ടൊമാറ്റോ ഇട്ട് തുണി വിരിച്ചു. ചേന ഇപ്പം സാവകാശം മതി, ഇവർക്കൊന്നും വേണ്ടല്ലോ. വേണം, പക്ഷേ രാത്രിത്തേക്ക് മതി. ഞാൻ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതും വെള്ളത്തിൽ ഇട്ടത് വലുതാക്കിയൊന്ന് കീറുന്നില്ല. അപ്പം സമയം കിട്ടുമ്പോഴേക്കും ഇങ്ങനെ കൊച്ചുള്ളി അല്ലേ എല്ലാവർക്കും പൊളിക്കാൻ ബുദ്ധിമുട്ട്. സമയമുള്ളപ്പോൾ ഞാൻ കുറച്ച് പൊളിച്ച് വെച്ചതാണ്, അതിപ്പോൾ തീർന്നു.
ഈ ലാസ്റ്റാണ് ഇത്. ഇനി അന്ന് ഞാൻ എത്ര 1/2 കിലോ എങ്ങാണ്ടേ വാങ്ങിച്ചോളാം തോന്നുന്നു. അപ്പം ഇന്ന് തീയൽ വെക്കുമ്പോൾ കൊച്ചുള്ളി ഇട്ടത് കൊച്ചുള്ളി മാത്രം തീയൽ വെക്കും. അത് പിന്നെ ഇനിയും അറിയത്തില്ല, ഇവിടെ ഇവർക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ചേന അന്ന് വെച്ചോണ്ടേ പ്രൈസമോന് ഇഷ്ടമായി, പൂൺമോനും കഴിച്ചു. നല്ലതായിരുന്നു. അല്ലാതെ തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ് എനിക്ക് തോന്നി. ഞാൻ ഉള്ളി വലുതൊന്ന് കീറുക കേട്ടോ. ചൂട് ചോറും തീയലും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഞാനിപ്പോൾ ടൊമാറ്റോ ഇങ്ങനെ കോരിയിട്ട് അതേ ചട്ടി തന്നെ ഇച്ചിരി ഓയിൽ വെച്ചിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റുന്നുണ്ട്. ചേന ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ ചേന ഇങ്ങനെ ഉള്ളിയുടെ ഇട്ടിട്ട് വഴറ്റിയാലേ അത്ര ശരിയാവത്തില്ല. ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് വന്ന് തുടയ്ക്കുന്നത്. അവിടെ എല്ലാം ഒന്ന് ബുക്കും പുസ്തകമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട്. അപ്പം നിങ്ങളെ കാണുന്നത് ഗ്ലാസിൻ്റെ അടിയിൽ ഞാൻ ടീപ്പോ വെച്ചിട്ടില്ല, ഗ്ലാസിൻ്റെ അടിയിലുള്ള ബുക്ക് ഈ വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ചെയ്യുന്നത് ഞാൻ ചിലപ്പം രാവിലെ അങ്ങ് ചെയ്യും. ഒരു ടൈമില്ല കേട്ടോ, സമയം പോലെ അങ്ങ് ചെയ്യും. ഈ പേന തീർന്നേന്നോടാ? അതങ്ങ് ഉള്ളത് എഴുതിയത് തീർക്ക്. എന്താ നൈ അതിൽ കുറച്ചുകൂടി ഇങ്കൊണ്ട് അത് എഴുതി തീർക്കണമെന്ന് പറഞ്ഞാൽ അവൻ വേണ്ട, മമ്മി എഴുതാനെടുത്തോന്നും പറഞ്ഞിരിക്കുക. അവന് കഴിച്ചു കഴിഞ്ഞാണ് അവനും ഉറക്കം വരുന്നു. ഇരുന്ന് എന്തൊക്കെ എഴുതുക. ഞാൻ എന്താ പറഞ്ഞടാ കുറച്ചു നേരം ഉറങ്ങിയാൽ പിന്നെ അവൻ എണീക്കാൻ പാടാം. അപ്പോൾ പിന്നെ അകത്ത് വന്ന് ഇവിടെ വന്ന് എല്ലാം ഒന്ന് ഒതുക്കണം. അപ്പോൾ പ്രൈസമോൻ്റെ ബോട്ടിലും എൻ്റെ ബോട്ടിലും, പ്രൈസമോന് വീട്ടിലൊരെണ്ണം സ്കൂളിലൊരെണ്ണം, അങ്ങനെ എല്ലാവർക്കും വെള്ളം നിറച്ച് വെച്ചാലല്ല ഇവരൊക്കെ കുടിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാം അതൊന്ന് അവിടെ എല്ലാം ഒന്ന് ഒതുക്കി ഇനി എടുക്കട്ടെ. അപ്പോൾ ഓർത്തുണ്ടേ ഫ്രിഡ്ജിൻ്റെ പുറകിൽ ഇച്ചിരി പൊടികളൊക്കെ ഉണ്ട്. അതൊന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി കുറച്ച് വെച്ച് പിന്നെ അവൾ വരുമ്പം ബാക്കി നീക്കാമെന്ന് വെച്ച് ഓർക്കുന്ന സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ മറന്നുപോകും. പിന്നെ നാളത്തേക്കിന് അരി അരയ്ക്കാൻ അരിയിട്ട് അതക്കണാന്ന് പറഞ്ഞങ്ങ് താഴെ പോയി. പിന്നെ ഇല്ല പണ്ടുള്ളവർ പറഞ്ഞാൽ ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറഞ്ഞതുപോലെ ഒന്നും നമുക്ക് അളവ് അറിയണ്ടേ. അങ്ങനെ അളവ് നോക്കണ ഒരു 1.5 ഗ്ലാസ് പച്ചരി, പിന്നെ ഒരു ഇച്ചിരിയും കൂടെ ഇട്ടാൽ 2 കപ്പ് 2 ഗ്ലാസ് പച്ചരിയും 1/4 ഗ്ലാസ് ഉഴുന്നും. എൻ്റെ കയ്യിൽ മുഴുവനേ ഉള്ള ഉലുവ ഇല്ലായിരുന്നു. ഉലുവ പൊടിച്ചതായിപ്പോയി. പിന്നെ അരയ്ക്കാൻ നേരം ആ പൊടി ഇച്ചിരി ഇട്ട് അരയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ അതൊന്ന് കഴുകിയൊന്ന് വെള്ളത്തിൽ ഇടട്ടെ. പിന്നെ അരയ്ക്കാൻ നേരം ഇച്ചിരി ചോറുകൂടെ അരയ്ക്കും. ഒരു 1/2 കപ്പ് കാണും. നല്ല സോഫ്റ്റ് ഇഡലി കിട്ടും. അപ്പം ഈ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ, ചിലർക്കുള്ള അറിയാൻ വയ്യാത്തത്, ബാക്കിയുള്ളവരെല്ലാം അറിയാവുന്നവരാ. നന്നായി 3-4 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് അരയ്ക്കുന്ന സമയത്ത് ആ വെള്ളം എടുത്ത് അരച്ചാലും നല്ലതാണ്. ഇഡലി ഒക്കെ സോഫ്റ്റായിട്ട് കിട്ടും. ഡാഡിക്കും പോളിനും ഉള്ള ചപ്പാത്തി എടുത്തു. ഡാഡിക്ക് 2 ചപ്പാത്തി വന്നു. ഡാഡി ഇപ്പം ഡയറ്റിങ്ങിലാണ്. ഡാഡി പറയുന്നത് കഴിച്ച് ഇരുന്ന് വയറ് ഇപ്പം പാൻ്റ് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഡയറ്റിങ്ങിലാണ് ഇപ്പം. രാത്രിയിൽ 1 ചപ്പാത്തിയും 1.5 തവിയും കാണാൻ ചോറും അതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് അങ്ങനെ ഒന്നും ബിസ്ക്കറ്റ് ചായയുടെ കൂടെ കൊടുക്കും. അപ്പം നമ്മുടെ തേങ്ങ വറുത്തത് അന്നത്തെ ആ ഒരു 1/2 പാക്കറ്റിൽ ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ ചെയ്ത് അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തീയൽ വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തീയൽ വെക്കുമോ തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന സമയം? എല്ലാവരും മടിച്ചുകളല്ലേ, എല്ലാവരും എന്നെപ്പോലെ മടിച്ചുകളായിരിക്കത്തില്ല. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നോക്കിയുണ്ടെങ്കിൽ ഗരം മസാല എൻ്റെ തീർന്നു. ഞാൻ ഫ്രിഡ്ജിലുണ്ടെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. പൊടിച്ചിട്ട് ഞാനങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും, ആവശ്യമുള്ളത് വെളിയിലെടുക്കും. നോക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും ഇല്ല. പിന്നെ ഇനി എനിക്ക് ഗരം മസാല, ഇതിപ്പോൾ ലാസ്റ്റായിരുന്നു ഗരം മസാല, എനിക്ക് കുറച്ച് മുഴുവനേ ഉണ്ടായിരുന്നു. അതെടുത്തിനിയും ചൂടാക്കിയിട്ട് പൊടിക്കണം. പിന്നെ ഞാൻ പെട്ടെന്ന് ബെൻസിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞ്, എടി സാധനം അയക്കുവാണെങ്കിൽ എനിക്ക് 100 രൂപയുടെ ഇങ്ങനെ ഈ ഇറച്ചിക്കൂട്ട് കടയിൽ നിന്ന്, നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് 100 രൂപയ്ക്ക് ഇങ്ങനെ ബണ്ടിൽ പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഉള്ളിയൊക്കെ നേരത്തെ വഴന്നായിരുന്നു. അപ്പോൾ ഞാനതങ്ങ് തീ ഓഫാക്കിയിട്ടിട്ട് ചേനയും വെന്ത്, ചേന ഇച്ചിരി ഞാനൊന്ന് ഉടച്ചൊക്കെ കൊടുത്ത്. കാരണം ഇച്ചിരി ഒന്ന് ഉടച്ച്, ഇവിടെ ഇവർ കഷ്ണങ്ങൾ അവർക്ക് അത്ര താല്പര്യമില്ല, കറിയാണ് ചാറാണ് അവർക്കിഷ്ടം. അപ്പോൾ ചാറ് ഇത്തിരി കൊഴുത്തിരിക്കുമ്പം നല്ലതാണ്.
ഇപ്പം ഇത്തിരി ലൂസായിട്ടിരുന്നാലും തണുക്കുമ്പോൾ അത് ചട്ടിയിലിരുന്ന് നന്നായിട്ട് രാത്രി ആകുമ്പോഴത്തേനൊക്കെ ഞാൻ കുറുകിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇറച്ചിക്കൂട്ട് ഉള്ളത് ഞാനിപ്പോൾ അങ്ങെടുത്ത് അന്നേ എല്ലാം നല്ലതായിട്ട് ക്ലീനാക്കി എല്ലാം എടുത്ത് ഞാൻ വെച്ചിരുന്നതാണ്. അതിന്നിപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ പൊടിക്കണം. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഇതൊക്കെ അരപ്പൊക്കെ ഒന്ന് തണുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ ചിലർക്ക് അറിയത്തേ ഇല്ല ഇതിനെപ്പറ്റി. അപ്പം ഈ അങ്ങാടിക്കട എന്തുവാ എങ്ങനെയാണ് ഈ കൊണ്ടുവരുന്നതെന്നൊക്കെ എന്നോട് പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അങ്ങാടിക്കടയിൽ ചെന്ന് പറയുന്നത് പണ്ടൊക്കെ 50 രൂപയൊക്കെ ഉള്ളായിരുന്നു, 30 രൂപയൊക്കെ ഉള്ളായിരുന്നു ഇങ്ങനെ ഓരോ കൂട്ടത്തിനും. ഇപ്പം 100 രൂപ, 50-നൊക്കെ ഇച്ചിരി ഉള്ളു. അവർക്കൊരു കൈപ്പിടി ഉണ്ട്. എല്ലാത്തിലും കൂടെ അവരില്ല, സ്പീഡ് കൈ എല്ലാ ഡബ്ബയ്ക്കകത്തോട്ട് പോകുന്ന കാണാം. എന്നിട്ട് ഒരു പൗച്ച് ഇങ്ങനെ ഒരു കെട്ടിത്തരും. ഞാനിപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് തിളച്ച് വരട്ടെ. എനിക്ക് എത്ര ആണെങ്കിലും ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഇറച്ചിക്കൂട്ടെന്ന് പറയും, ഗരം മസാല, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ ഒന്നും എനിക്ക് അങ്ങോട്ട് അതിന് നമ്മുടേതായ ഒരു മണം വരത്തില്ല. നമ്മളുടെ ഈ മസാല ഇടുമ്പോഴുള്ള മണം പോലെ അതിനൊരു മണം കാണത്തില്ല. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് അങ്ങനെ വെള്ളം ഒത്തിരി ചിലവാക്കില്ല. ഇപ്പോൾ ഉച്ച ആയപ്പോഴാണ്, അല്ലെങ്കിൽ രാവിലെ എനിക്ക് രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് ആ തണുക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഇത് ഫില്ല് ചെയ്യും. എന്നിട്ട് പിന്നെ തിളപ്പിക്കാൻ വെക്കും രാവിലെ. ഇതിപ്പോൾ ഇത്രയായിട്ടും ഇപ്പോഴാണ് തീർന്നത്. അപ്പോൾ ഇനി ഇതിലൊഴിച്ചിട്ട് ബാക്കി ഇതിൻ്റെ അകത്ത് തണുത്തത് ഒഴിച്ച് വെച്ചിട്ട് പൊന്നിയും അത് തിളപ്പിക്കാൻ വെക്കണം. ഉപ്പും തീരാറായത് പിന്നെ ഉപ്പൂടെ അങ്ങ് പൊട്ടിച്ചിട്ട് അപ്പം ബാക്കി കുറച്ച് പാത്രങ്ങളൂടെ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കഴുകി വെക്കട്ടെ. എന്നിട്ട് ഞാൻ ചിലതൊക്കെ ഇടയ്ക്ക് ഞാൻ എടുക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ തന്നെ ഈ മൊബൈൽ കൊണ്ട് സ്റ്റാൻഡ് അവിടെ ഇവിടെയൊക്കെ വെച്ചെടുക്കണ്ടേ. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ പുറകേ നടന്നെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. വലിയ ചാനലുകാർ അങ്ങനല്ലേ, ആൾക്കാരെ വെച്ചല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു കാണാനൊക്കെ ഒരു ഭംഗി, ഒരു രസമൊക്കെ വീഡിയോയ്ക്ക് വരും. ഇപ്പം തുടയ്ക്കാൻ അവിടെ വന്നു. അപ്പം ഞാൻ അന്നേരം ഇവിടെ ഇരുന്നേ നമ്മുടെ തുണികളെ മടക്കാം. അത്രയും സമയം കളയണ്ട, അതുകൊണ്ട് തുണി മടക്കാം. തൂത്ത് തുടയ്ക്കാൻ അനു വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തുണികളെല്ലാം ഞാൻ അവിടെ നിന്ന് അങ്ങ് മടക്കി. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കറിക്ക് കടുകൂടെ വറുത്ത് ചേർത്ത്. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി. ഞാൻ കലത്തിലെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞ്. പക്ഷേ എന്നാൽ ഞാൻ അങ്ങനെ അവിടെ കമത്തി ഇട്ടാൽ വെള്ളം മൊത്തം ഊർന്നു പോകത്തില്ല, ഇങ്ങനെ ഈ കലം ആയതുകൊണ്ട്. എൻ്റെ ചരുവത്ത് ഞാൻ വെക്കുന്ന സമയത്ത് എനിക്ക് അങ്ങ് ഊറ്റിയിട്ടാൽ മതിയായിരുന്നു. പിന്നെ ഞാനൊരു വേറൊരു പാത്രത്തിൽ ഇങ്ങനെ ഊറ്റിയിട്ടാലേ ഇത് ഇങ്ങനെ വെള്ളം മൊത്തം വാർന്നു പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കള മുഖം കഴുകിക്കൊണ്ടിരിക്കും. ഇത്തിരി തണുത്ത വെള്ളം കൊണ്ട് മുഖത്ത് വീഴുമ്പോൾ എന്ത് ആശ്വാസമെന്നറിയാമോ. ദിവസം കുറേ പ്രാവശ്യം ഞാൻ കഴുകും. അപ്പോൾ ഉച്ച വരെയുള്ള ജോലികൾ തീർന്നേ. കുറച്ച് ഞാനങ്ങ് കട്ട് ചെയ്ത് നാളെ അത് ആഡ് ചെയ്യാം. ഒത്തിരി ലെങ്തായിപ്പോയി. അപ്പോൾ രാത്രിയിൽ നമുക്ക് മോരുകറിയുണ്ട്, പയറുതോരൻ, നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ, എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.